ഹായ്, എല്ലാവർക്കും ടാരോ 96ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിങ് നിങ്ങൾ അറിയാതെ നിങ്ങളെ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നിങ്ങളോടൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ആർക്കെങ്കിലും ഉണ്ടോ? അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കാർഡ്സ് എടുത്ത് അപ്പോൾ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. 3 പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3. ഇൻറ്റ്യൂട്ടീവ്ലി മാത്രം ഒരു പൈൽ ചൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ ഇത് ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെ എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൈലിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഒരു യെല്ലോ പെൻസിൽ ചൂസ് ചെയ്തയുടെ റീഡിംഗ് ആണ് ആദ്യം. അങ്ങോട്ട് മാറ്റി വെക്കാം. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് പൈലിന് ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത്? ആരെങ്കിലും ഫസ്റ്റ് പൈലിന് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടോ? ആരാണ് സ്റ്റോക്ക് ചെയ്യുന്നത്? Who has their eyes on you? 8 of Pentacles. Okay. Okay. 8 of Swords. King of Cups. Fool. Okay. ഓക്കെ, അപ്പോൾ പൈൽ നമ്പർ 1 നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്ന കാർഡെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, നല്ലൊരു കാർഡാണ് വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കണം എന്ന് ഒരാഗ്രഹമുള്ള ഒരു ആളാണിത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അതായത് കൂടുതൽ അങ്ങ് സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് ഒരാളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ 10 ഓഫ് പെൻറ്റക്കിൾസ് എത്തുമ്പോൾ അതിൻ്റെ കംപ്ലീഷനിലാവും. അപ്പോൾ ഇപ്പോൾ 8 ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഈ വ്യക്തിയുടെ ഒരു ധാരണ അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ക്യാരക്ടറുമായിട്ട് എന്തൊക്കെയോ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തോ ക്യാരക്ടറിലുള്ള ഡിഫറൻസ് ഉണ്ടോ, എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഈ വ്യക്തിയുടെ വിചാരം, അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിഫറൻസസ് കാരണം, അല്ലെങ്കിൽ എന്താ പറയുക, പെൻറ്റക്കിൾസ് എനർജി എന്ന് പറയുന്നത് മണി ഡിനോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കരിയർ എന്ന് നമുക്ക് വേണമെങ്കിൽ ജനറലി പറയാം. അപ്പോൾ എൻ്റെ കരിയറിൽ ഞാൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് അതൊന്ന് സ്റ്റേബിൾ ആക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് എൻ്റെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്ന ഒരു കാർഡാണിത്. ഒന്നിലൊരു തൃപ്തിയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവരിതിനു വേണ്ടി എക്സ്ട്രാ ടൈം കണ്ടെത്താനും സ്വയം കുറച്ചുകൂടി ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തി ബിഹേവിയറിലൊക്കെ ചേഞ്ചസ് വരുത്താനായിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ കുറച്ചുകൂടി എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കരിയർ ഒന്നുകൂടി ആ ഒരു ഏരിയ സ്ട്രോങ് ആക്കാനായിരിക്കാം. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റൂ എന്നൊരു ചിന്തയുള്ള ഒരാളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും 2 ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം, 2 ഫൈനാൻഷ്യൽ ലെവൽസിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ രണ്ടുപേരും. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാനൊന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല
ഞാൻ പറഞ്ഞത് പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് തന്നെ പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള എക്സ്പെൻസീവായ മെറ്റീരിയൽസും ഗിഫ്റ്റ്സും ഒക്കെ തരാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു കംഫർട്ടബിൾ ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങൾ ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ്, നിങ്ങൾ ഒരുപാട് റിച്ചാണ് എന്നൊക്കെ ചിന്തിക്കുന്നു. അപ്പം നിങ്ങളോടൊരു ഹ്യൂജ് ക്രഷ് ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഇവിടെ എനിക്ക് മനസ്സിലായത്, ആ ഒരു ക്രഷ് കാരണം ഉണ്ടായ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അത് കാരണം ഈ വ്യക്തി ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോവുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതായത് ഒന്നുകിൽ നിങ്ങളുടെ മോട്ടിവേഷൻ കാരണമോ അല്ലെങ്കിൽ നിങ്ങളുമായൊരു ലൈഫ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ഈ വ്യക്തി സ്വന്തം ലൈഫിനെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. അടിപൊളി. അപ്പോൾ രണ്ടാമത്തേക്ക് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, 4 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ 2 രീതിയിൽ എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ ഒരു നല്ല ഫാമിലി പെട്ട ആളായിട്ടാണ് ഈ വ്യക്തി കരുതുന്നത്. ഒരു നല്ല പാരൻറ്റിങ് ഒക്കെ കിട്ടിയ ഒരാളായിട്ടാണ് കരുതുന്നത്. കാരണം 4 എന്ന് പറയുന്ന നമ്പർ ഫാമിലി ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കംഫർട്ട്സ്, ഇമോഷണൽ ഹാപ്പിനെസ്, അതായത് നിങ്ങൾക്ക് മനസ്സമാധാനം അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് ചെയ്യുമ്പോഴാണ്. ഓക്കെ, ഈ 4 എന്ന് പറയുന്ന നമ്പർ അതിനെയൊക്കെ ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ഫാമിലി പറ്റിയൊക്കെ ഈ വ്യക്തിക്ക് ഭയങ്കര നല്ല അഭിപ്രായമാണ്. ഓക്കെ, അപ്പോൾ ഫാമിലി ഈ വ്യക്തി നോക്കുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളോട് ക്രഷ് വന്നതെന്ന് തോന്നുന്നു. അതെ, ഈ ഫൂൾ കാർഡ് എന്ന് പറയുമ്പോഴേ ഇത് വളരെ എന്താ പറയുക, അതൊരു മെർക്കുറി എനർജിയാണ്. ബുധൻ, മെർക്കുറി എനർജി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര യൂത്ത്ഫുള്ളായ, നമ്മൾ യങ് അറ്റ് ഹാർട്ട് എന്ന് പറയില്ലേ, മനസ്സ് കൊണ്ട് എന്നും ചെറുപ്പമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണിത്. ഓക്കെ, വളരെ ക്വിക്കായിട്ട് മൂവ് ചെയ്യുന്ന ഒരു വ്യക്തി, അഡ്വഞ്ചർ ട്രിപ്സൊക്കെ പോകാൻ ഇഷ്ടമുള്ളൊരു വ്യക്തി. അതായത് ഈ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യും. അതിന് ആരുടെ ഒരു പരിധിയിൽ കവിഞ്ഞ ഒരു അഭിപ്രായമൊന്നും കേൾക്കാൻ നിൽക്കില്ല. ഓക്കെ, കുറച്ച് ചൈൽഡിഷാണ്. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് ട്രാവൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ മൂൺ കാർഡും ഫൂൾ കാർഡും എന്ന് പറയുന്നത് ഒട്ടും മാച്ച് ആവാത്ത 2 എനർജീസാണ്. കാരണം ഇത് മെർക്കുറി, ഇത് മൂണാണ്. മെർക്കുറി മൂണും തമ്മിൽ മാച്ച് ആവില്ല. കാരണം നമ്മൾ പുരാണിക് സ്റ്റോറീസിലൊക്കെ പറയുന്നത്, സത്യകഥയാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, പുരാണിക് സ്റ്റോറീസിലൊക്കെ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, മൂണിൻ്റെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡാണ് മെർക്കുറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മാച്ച് ആവാത്ത 2 എനർജീസാണ്. അതുപോലെ മൂൺ കാർഡിന് ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. മൂൺ മദർ എന്നുള്ള രീതിയിലെടുക്കാം, ഇൻറ്റ്യൂഷൻസ് എടുക്കാം, ഫിയർ എന്നുള്ള രീതിയിലെടുക്കാം, കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നുള്ള രീതിയിലെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത് ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ഫാദറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഫാമിലി ഇഷ്യൂസ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ വ്യക്തി നോക്കിയത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. വളരെ ഇമ്പ്രസീവായിട്ടാണ് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കൂടെ ഒരു ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ അത്
വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ഈ വ്യക്തി കാണുന്നത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ ആ കാര്യം കൊണ്ടായിരിക്കാം അപ്പോൾ ഈ വ്യക്തിയുടെ ഫാദറായിട്ടുള്ള വ്യക്തിയും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളായിരിക്കാം. വർക്ക് റിലേറ്റഡ് ആയിട്ടോ മറ്റോ ആയിരിക്കും. ഓക്കെ, 8 ഓഫ് സോർട്സ് വന്നതിൻ്റെ കാരണം അതാണ്. കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥ, അതായത് ഫ്രീഡം ഇല്ല. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ പറ്റണില്ല. അല്ലെങ്കിൽ ഇപ്പം ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാൻ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിൽ എനിക്ക് ഒരു ഫ്രീഡം കിട്ടുന്നില്ല, ഇതിൽ നിന്ന് മാറിപ്പോകണം എന്നൊരു ചിന്തയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ പാരൻസിന് ഈ ലവ് റിലേഷൻഷിപ്പിനോടൊക്കെ എന്തെങ്കിലും എതിർപ്പൊക്കെയുള്ള കൂട്ടത്തിലായിരിക്കാം. ബട്ട് ഇമോഷണലി വളരെ സ്ട്രോങ് ആയ ഒരാളാണ്. കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരാളാണിത്. പിന്നെ മറ്റൊരു രീതിയിൽ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ, നിങ്ങളെ ഈ വ്യക്തിയെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അപ്രോച്ച് ചെയ്യും എന്നുള്ളത് 100%. അപ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കാണുന്നു പറഞ്ഞാൽ സോഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ തോട്ട്സിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ തമ്മിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഈ വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ വ്യക്തിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻസ് ആണുള്ളത്. ബട്ട് നിങ്ങൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലാണെങ്കിലും അതൊന്ന് സർഫസിലേക്ക് വരാൻ കുറച്ച് സമയമെടുക്കും. അതായത് നിങ്ങൾ ജഡ്ജ് ചെയ്യും ഈ വ്യക്തിയെ, ഇതൊക്കെ എന്തോ മോശം ഉദ്ദേശങ്ങളുണ്ട്, ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, അധികം ഇരിക്കുന്നതായിരിക്കും നല്ലത്, അങ്ങനെ പോകും കുറച്ച് നാൾ. ഓക്കെ, ബട്ട് പിന്നീട് അതിൽ നിന്ന് മാറ്റം ഉണ്ടാവും. ഒരു മാരേജിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു മാരേജിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ്. കാരണം ഒരു ഫ്ലേട്ടിംഗ് ടൈപ്പ് പോലത്തെ ഒരു രീതി അല്ല. ഓക്കെ, ഒരു പ്ലെയർ എനർജി ഒന്നുമല്ല, വളരെ സീരിയസ് ആയിട്ട് ഉള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കാർഡ്സ് വല്ലതും വരുന്നുണ്ടോ നോക്കാം. എനിത്തിങ്. Four of Pentacles വളരെ പൊസസീവാണ് കേട്ടോ. വളരെ പൊസസീവാണ്. അതുപോലെ 4 ഓഫ് Pentacles എന്ന് പറയുമ്പം കരിയറിൽ വളരെ മണി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയുള്ള ഒരാളാണ്. സോ കരിയറിൽ ഇപ്പം വളരെ ഫോക്കസ്ഡ് ആണ്. നിങ്ങളിലേക്കും വളരെ ഫോക്കസ്ഡ് ആണ്. അതാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. ഒരു കാർഡോടെ എടുക്കാം. എനിത്തിങ് അബൌട്ട് ദിസ് പേഴ്സൺ. ഓക്കെ, 2 കാർഡ് വന്നു. ടെമ്പറൻസ് ആൻഡ് കിങ് ഓഫ് സോർഡ്സ്. വളരെ ബ്രില്യൻ്റ് ആയ ഒരാളാണ്, ലോജിക്കലി മാത്രം ചിന്തിക്കുന്ന. അതായത് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി വളരെ സ്ട്രോങ് ആണ്. അതായത് ഒരു സെൻറ്റിമെൻറ്റിൻ്റെ പുറത്തല്ല, സെൻറ്റിമെൻറ്റ്സിൻ്റെ പുറത്തോ ഇമോഷൻസിൻ്റെ പുറത്തോ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളല്ല. ഓക്കെ, എന്നാൽ വളരെ കെയറിങ് ആണ്. കിങ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞ എനർജി എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻ്റലിജൻ്റ് ആണ്, ലോജിക്കലി തീരുമാനം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു മാരേജിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. വളരെ പേഷ്യൻസ് ഉണ്ടെന്നാണ്
ക്ഷമയുണ്ട്. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരണം. വർക്ക് ലൈഫും ഫാമിലി ലൈഫും ഒക്കെ തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരണം. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊരു ബാലൻസ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പൈലിലേക്ക് പോവാം. പൈൽ നമ്പർ 2. അപ്പോൾ നമുക്ക് സെക്കൻഡ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. ഏതൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ചാരിയറ്റ് കാർഡ് റിവേഴ്സാണ്. ഏസ് ഓഫ് വാൺസും റിവേഴ്സാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫിസിക്കൽ അട്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ ഇമോഷണലി നമുക്കൊരാളോട് തോന്നുന്ന ഒരു ഇഷ്ടമല്ല. അഗെയിൻ ഇത് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, നമുക്ക് യൂണിവേഴ്സ് എപ്പോഴും ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്പേസ് തരും. അപ്പോൾ അവിടെ നമ്മുടെ ഇൻറ്റ്യൂഷൻസും നമ്മളുടെ ബുദ്ധിയും ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രാക്ടിക്കലി ഉള്ള തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഏസ് ഓഫ് വോൺസ് റിവേഴ്സ്, ചാരിയറ്റ് റിവേഴ്സ്. ഈ വ്യക്തി ഇത് നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, തുറന്ന് പറയില്ല എന്ന് തോന്നുന്നു. മാരീഡായ ഒരാളാണ്. യെസ്, അതുകൊണ്ടായിരിക്കാം. 10 ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസും കൂടി എടുത്ത് ചുമല് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫാമിലി പരമായിട്ടോ ജോലിപരമായിട്ടോ ഒക്കെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാളാണ്. ചുമ്മാ ഒന്ന് ഫ്രീക്ക് ഔട്ട് ആവുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ നിങ്ങൾ അനുകൂലമായൊരു മറുപടി പറയില്ല എന്നറിയാവുന്ന ഒരാളാണ്. അപ്പം നിങ്ങളെ കുറച്ച് നാളായിട്ട് ഈ വ്യക്തിക്ക് അറിയാം. ഓക്കെ, അപ്പം നിങ്ങളോടിത് പറഞ്ഞാൽ അതൊരു പ്രശ്നമാവുമോ? ഒരു ഭയമാണ്, ഫിയറായിട്ടും ഇത് കരുതാം. ഡെവിൽ വീട്ടുകാരോടൊക്കെ പറയുമോ എന്നുള്ള ഭയം, പറഞ്ഞാലൊരു കുടുംബ വഴക്കാകുമോ എന്നുള്ള അതിൻ്റെ ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് തുറന്ന് പറയാനുള്ള ഒരു സാധ്യത കുറവാണ്. മറ്റുള്ളവരുടെ എക്സ്പെക്റ്റേഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളുമാണ്. എനിക്കുള്ളൊരു ഫാമിലി ഉണ്ട് ഓൾറെഡി. ജോലിയോട് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ബട്ട് അപ്പിയറൻസിലൊന്നും അത്ര ശ്രദ്ധിക്കാത്ത ഒരാളാണ്. ചിലപ്പോൾ ഒരു ജോബ് വർക്ക് എൻവയൺമെൻറ്റ് അത്തരത്തിലുള്ളതായിരിക്കാം. പക്ഷേ അതായത് ചില ആൾക്കാരുണ്ട്, സാധാരണ ലുക്കിൽ നടന്നാലും വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ജോബ് എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ളതായിരിക്കാം. അപ്പിയറൻസിൽ അങ്ങനെ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നടക്കേണ്ട ഒരു ആവശ്യമില്ലായിരിക്കാം. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു CEO വല്ലതും ആയിരിക്കാം, അത് പറയില്ല. ആണെങ്കിലും ലുക്സ് ഒന്നും അത്ര ശ്രദ്ധിക്കാത്ത, ഇപ്പം ബിയേർഡൊക്കെ ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് ട്രിം ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, ഹെയർ ഒന്നും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ട് ലേഡീസ് ആണെങ്കിൽ. നമുക്ക് പെട്ടെന്ന് മുതലാളിയാണോ തൊഴിലാളിയാണോ എന്ന് മനസ്സിലാവില്ല കണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിലരങ്ങനെയാണ്, ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ വ്യക്തിയുടെ ഐബ്രോസൊക്കെ ഭയങ്കര തിക്കായിട്ടുള്ളതായിരിക്കും.
വളരെ ഡിറ്റർമൈൻഡ് ആയ ഒരാൾ തന്നെയാണ്. ചാരിയറ്റ് കാർഡ് ഉണ്ടായതുകൊണ്ട്, പക്ഷേ അത് റീവേഴ്സിലാണ്. അങ്ങനെ തന്നെ വെക്കട്ടെ, സോറി. അപ്പോൾ വളരെ ഡിറ്റർമൈൻഡ് ആണ്, പക്ഷേ റീവേഴ്സിലായതുകൊണ്ട് ആക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഫോർവേഡ് മൂവ്മെൻറ്റ് കാണുന്നില്ല. ഓക്കെ, ഇനി മറ്റൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയാം, മുൻപ് നിങ്ങളോട് ക്രഷ് ഉണ്ടായിരുന്ന ഒരാളാണ് ഓൾറെഡി. ബട്ട് അത് ഈ വ്യക്തി അന്ന് മാരീഡ് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചീറ്റിങ് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. ചീറ്റിങ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഈ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അതൊരു വലിയ ബേർഡൻ ആയിട്ട് ഇപ്പോൾ ചിന്തിക്കുകയാണ്, വേണ്ടിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റിന് അങ്ങനെ റിഗ്രറ്റ്സ് ഒന്നുമില്ല. സ്റ്റിൽ ഈ വ്യക്തി പഴയ പോലെ തന്നെ നിങ്ങളോട് ഫിസിക്കൽ അട്രാക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയാവുന്നതിൻ്റെ ഒരു വിഷമം. അതൊരു വല്ലാത്ത വിഷമം കേട്ടോ. സോ ആക്ഷൻ എടുക്കുന്നില്ല. സ്ട്രോങ് ഫിസിക്കൽ അട്രാക്ഷൻ കാണുന്നുണ്ട്, ഒരു പ്ലെയർ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇനി വീണ്ടും പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ഒരു ഒബ്സഷൻ അങ്ങ് തീരും. അപ്പോൾ വീണ്ടും പഴയ ആ സൈക്കിൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഡെവിൽ ഉണ്ടായത് തന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ടൊരു ചെയിൻ പോലെ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി. അങ്ങനെ നിൽക്കാനാണ് ഈ വ്യക്തിക്ക് ഇഷ്ടവും. മനസ്സിലായല്ലേ? അപ്പോൾ അത് വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. കൂടുതൽ എന്തെങ്കിലും കാർഡ്സ് നമുക്ക് 2 കാർഡ് എടുക്കാം. ആരാണ് ഈ വ്യക്തി, എന്താണ് ഈ വ്യക്തി? ഫയൽ നമ്പർ 2. രണ്ട് കാർഡ് വന്നു. ഹെർമിറ്റ് കാർഡും വന്നു, 7 ഓഫ് കപ്സും വന്നു. ഈ വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലെയർ എനർജിയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അതിലൊന്നാണ് നിങ്ങൾ. ഓക്കെ, ബട്ട് ഹെർമിറ്റ് കാർഡാണ്. ഹെർമിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഉൾവലിഞ്ഞ് നിൽക്കുകയാണ്, തന്നിലേക്ക് ഒതുങ്ങി, ഒരു എന്താ പറയുക, കാര്യങ്ങളധികം തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നതോ അല്ലെങ്കിൽ തുറന്ന് പറയാതെ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇത് വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഡിസിഷൻ. ഇതാണ് ഫയൽ നമ്പർ 2ൻ്റെ റീഡിംഗ്. നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിലേക്ക് പോവാം. ഫയൽ നമ്പർ 3 ഗ്രീൻ പെൻസിൽ ചൂസ് ചെയ്തവർക്ക് എന്തൊക്കെ കാർഡ്സാണ് വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ കാർഡ്സ് കണ്ടല്ലോ. 6 ഓഫ് കപ്സ്, ഡെത്ത്, ജഡ്ജ്മെൻറ്റ്, അഗെയിൻ ഡെത്ത് വന്നിട്ടുണ്ട്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 3. അപ്പോൾ 6 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിലെടുക്കാം, മുൻപ് അറിയാവുന്ന വ്യക്തി എന്നുള്ള രീതിയിലെടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിട്ട് വേണമെങ്കിലും എടുക്കാം. അതായത് ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു ഓൾഡ് സോളാണ്, അതായത് ഒരുപാട് ലൈഫ്സ് ജീവിച്ച ഒരു സോൾ. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് എന്തോ സംതിങ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് പ്രീവിയസ് അക്വൈൻറ്റൻസ് ആണ്, അതായത് മുൻപേ അറിയാം.
എന്നുവെച്ചാൽ സ്കൂളിൽ പഠിച്ചതോ കോളേജിൽ പഠിച്ചതോ അങ്ങനെയും ആവാം. അപ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ മദർ എനർജി, മൂൺ, ഓക്കെ, മദർ എനർജി, അമ്മയോട് വല്ലാത്ത ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ആളാണ്. ഒരു പക്ഷേ ഫാദർ മരിച്ചു പോവുകയോ അതുകൊണ്ടൊക്കെയുള്ളൊരു അടുപ്പം ആയിരിക്കാം. അപ്പോൾ ഇത് ഇവിടെ ഡെത്ത് കാർഡ് 2 കാർഡാണ് വന്നിരിക്കുന്നത്. സെയിം കാർഡ് 2 ഡെക്കിൽ നിന്ന്. അപ്പം നിങ്ങൾ 2 പേരും ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസിലൂടെ പോയ ആൾക്കാരാണ്. സ്കോർപ്പിയോ സൈൻ, സ്കോർപ്പിയോ ഇവിടെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു. അതായത് ആസ്ട്രോളജിക്കലി നമ്മൾ പറയുമ്പോൾ സ്കോർപ്പിയോ എന്ന് പറയുന്ന സൈൻ റീപ്രസെൻ്റ് ചെയ്യുന്നത് 8th ഹൗസിനെയാണ്. 8th ഹൗസ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ പുറത്ത് പറയാത്ത കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അങ്ങനെ പബ്ലിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത കാര്യങ്ങൾ, ടാരോ, ആസ്ട്രോളജി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ഉള്ള കാര്യങ്ങൾ, ഗോൾഡ്, കോൾ, പെട്രോളിയം, ഓക്കെ, മൈനിങ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ജോബ്സ്, ഇതൊക്കെ 8th ഹൗസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുമാത്രമല്ല ഡീപ്പ് റൂട്ടഡായ മൂണെന്ന് പറയുന്നത് നമ്മളുടെ മെൻ്റൽ ഇമോഷണൽ സ്റ്റേറ്റിനെയും കാണിക്കുന്നു. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഈ വ്യക്തിക്കോ നിങ്ങളോ നേരിട്ടിട്ടുള്ളവരായിരിക്കാം. ഓക്കെ, അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി ലൈഫിൻ്റെ ആ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം കണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ സിമിലാരിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഡെത്ത് കാർഡ് 2 വട്ടം വന്നതെന്ന് ഞാൻ അനുമാനിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ 2 പേരും പോയി വളരെ മെച്യൂർഡായ ആൾക്കാരാണ്. അപ്പോൾ ലൈഫൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയാവുന്ന 2 പേർ, വളരെ ഓണസ്റ്റായ 2 പേർ, വളരെ ഇമോഷണലായ 2 പേർ. കപ്സ് എനർജി ഇവിടെ വാട്ടർ എലമെൻറ്റ് വളരെ കൂടുതലാണ്. മൂൺ, ഡെത്ത്, 6 ഓഫ് കപ്സ്, വീണ്ടും ഡെത്ത്, സ്ട്രോങ് ക്യാൻസർ, പൈസീസ്, സ്കോർപ്പിയോ, എഗെയിൻ പ്രോമിനൻ്റ് ആയിട്ട് സ്കോർപ്പിയോ. ഓക്കെ, ഇപ്പോൾ വാട്ടർ സയൻസ് പൊതുവേ വളരെ ഇമോഷണൽ ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഗട്ട് ഇൻസ്റ്റിങ്സിൽ തന്നെ നിങ്ങൾക്കൊരു ആൻസർ അതിൽ നിന്ന് കിട്ടും, നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു എർത്ത് വാട്ടർ എലമെൻറ്റ് അങ്ങനെ സയൻസ് ആവാം. എർത്ത് വാട്ടർ കോമ്പിനേഷൻ, ഇത് ടോറസ്, വെർഗോ, കേപ്രിക്കോൺ, പൈസിസ്, ക്യാൻസർ, സ്കോർപ്പിയോ, അങ്ങനെയുള്ളൊരു കോമ്പിനേഷനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊരു നേച്ചർ ലവറാണ്, പ്രകൃതി ഭംഗിയൊക്കെ ഒരുപാട് ആസ്വദിക്കുന്ന, ബ്ലാക്ക് കളർ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, ഇതിനെ വേറൊരർത്ഥത്തിൽ എടുക്കാം. അതായത് ഒരു ഡാർക്ക് ഫെമിനൈൻ എനർജി എന്നുള്ള രീതിയിലും എടുക്കാം. ഡാർക്ക് ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് വളരെ സെഡക്റ്റീവായ ഒരു ഓറയുള്ള, ചിലപ്പോൾ ഒരു നോട്ടത്തിൻ്റെ പ്രത്യേകത ഉണ്ടോ, വളരെ ഡീപ്പായി ചുഴിഞ്ഞു നോക്കാമെന്ന് പറയില്ലേ, കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ളവരോ. ഓക്കെ, അങ്ങനെ ഫീൽ ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പാഷൻ നിങ്ങളോടുള്ള, ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ 18+ ആയിപ്പോൾ, അതുകൊണ്ട് അതായത് ഫിസിക്കൽ അട്രാക്ഷനുണ്ട്, ഇമോഷണൽ അട്രാക്ഷനുണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അത്തരത്തിലുള്ളതായിരിക്കാം. അതായത് ഇനിയിപ്പോൾ ഇതൊരു ലേഡിയെക്കുറിച്ചാണ് നോക്കുന്നതെങ്കിൽ ടു ഹോട്ട്, അങ്ങനത്തെ ഒരു. ഇനി ജെൻസ് ആണെങ്കിൽ ഒരുപാട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന, ഒരുപാട് സ്ത്രീകളുടെ ദൃഷ്ടി പതിഞ്ഞ ഒരു, ഞാനതൊരു മോശം ആണെന്നൊന്നും എൻ്റെ പറയുന്നില്ല, കാരണം ഒരു ക്യാരക്ടറിലൊരു ബാഡ് ക്യാരക്ടറായിട്ടൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഓക്കെ, ചില ആൾക്കാരുടെ അപ്പിയറൻസ് വളരെ സെക്സി ആയിട്ട് തോന്നുന്നില്ല, അത് കുറ്റമൊന്നും അല്ലല്ലോ.
പിന്നെ 8th ഹൗസ് എന്ന് പറയുന്നത് സഡൻ ആയിട്ടുള്ള ഇവൻസിനെ കാണിക്കുന്നു. പെട്ടെന്ന്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന, അങ്ങനെ കണ്ടുമുട്ടിയത് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. ഓക്കെ, ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലത്തെ സിറ്റുവേഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഐസ് ഭയങ്കര ഇവിടെ തന്നെ സെയിം കാർഡാണ്. അപ്പം നിങ്ങളെ ഫസ്റ്റ് ടൈം കാണുന്ന തൊട്ട് പിന്നെ അങ്ങോട്ട് ഈ വ്യക്തി നിങ്ങളെ പറ്റിയായിരിക്കും മോസ്റ്റ്ലി ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം വളരെ ക്ലാസി ആയ എന്നാൽ വളരെ മിസ്റ്റീരിയസ് ആയ ഒരു വ്യക്തി. എന്താണ് ഈ കണ്ണുകളുടെ നിഗൂഢതയുടെ അർത്ഥം? ഈ വ്യക്തി ഒരു പെർഫോമർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പെർഫോമർ എന്ന് പറയുമ്പോൾ അറിയാലോ, എനി കൈൻഡ് ഓഫ് പെർഫോമൻസ്, അതായത് എസ്പെഷ്യലി ഡാൻസിങ്, അങ്ങനെ എന്തെങ്കിലും. ഓക്കെ, മൂണുണ്ടായതുകൊണ്ട് സിംഗിങ് ആവാം, പാടാനുള്ള കഴിവുള്ളൊരു വ്യക്തിയായിരിക്കാം. അത് വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഇതാണ്. അത് നിങ്ങളെ ചിലപ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ല, നാച്ചുറലായിട്ട് കാണാനായിരിക്കും ഈ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആവാം, നിങ്ങളുടെ പ്ലേസിൽ നിന്ന് ഒരുപാട് അകലെ ആയിരിക്കാം ഈ വ്യക്തി. മൂൺ കാർഡ് ഉണ്ടായതുകൊണ്ട് തന്നെ വാട്ടർ പ്രസൻസ് ഉള്ള ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ഓവർസീസ് ട്രാവൽ ആയിരിക്കാം, അങ്ങനെയും എടുക്കാം. അറബ് കൺട്രീസോ. ഓക്കെ, പക്ഷേ ഈ വ്യക്തിയുടെ കൂടെയുള്ള നിമിഷങ്ങളിലൊക്കെയും മറ്റുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും. ഒരുപാട് എതിർപ്പുകളും ചോദ്യങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ. ഓക്കെ, അതൊരു പക്ഷേ ജലസി കൊണ്ടായിരിക്കാം. കിട്ടാതെ മുന്തിരി പുളിക്കും എന്നല്ലേ എനിക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കാനും ചാൻസ് ഉണ്ട്. ബട്ട് ഈ വ്യക്തി അങ്ങനെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരാളൊന്നുമല്ല. മദർ എനർജി വളരെ സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണുന്നത്. വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ വ്യക്തി കേട്ടോ. ഇൻറ്റ്യൂട്ടീവ്ലി എനിക്ക് തോന്നുന്നു ഈ ഡയറിയൊക്കെ സൂക്ഷിക്കുന്ന, ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ തോട്ട്സൊക്കെ എഴുതി വയ്ക്കുന്ന, ആൽക്കഹോളിക്കായിട്ടും ഡ്രഗ് അഡിക്ട്സ് ആയിട്ടും ഒക്കെ ഉള്ള രീതികളിലേക്ക് പോകുന്നത് എത്രയോ നല്ലതാണല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ കൂടുതലാണ്. മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, ഒരുപാട് ആൾക്കാർ കാണുന്നില്ലേ. അപ്പോൾ അവർ ചോദ്യങ്ങൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നത്, എന്താണ് ഈ വ്യക്തിയുടെ, നിങ്ങൾ ഈ വ്യക്തി ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്, ഇതിന് പ്രത്യേകത വല്ലതും ഉണ്ടോ? ഇത് ഒരുപാട് നാളായിട്ട് 7 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ടായതുകൊണ്ട് തന്നെ ലോങ് ടൈം വെയിറ്റിംഗ് ആയിട്ട് ഉള്ളൊരു കാർഡാണ്. അതായത് ഒരുപാട് നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് വെയിറ്റ് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ജനറലി ലൈഫിൽ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നതായിട്ടോ എടുക്കാം. അതൊരു സോൾ കണക്ഷൻ ഉള്ള ഒരാളായിരിക്കണം ഈ വ്യക്തിക്ക് നിർബന്ധമുള്ള ഒരാളാണ്. ഓക്കെ, സോ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്, കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്ന ഒരാൾ. ഈ വ്യക്തിക്കാണ് നിങ്ങളുടെ മേലിൽ കണ്ണുള്ളത്. അപ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ? Yeah, 9 of Swords and 10 of Cups. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് പേടിച്ചിട്ട് പറയാത്തതായിരിക്കാം. പക്ഷേ ഒരു അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഫാമിലി വേണം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ബാഡ് ഇൻറ്റൻഷൻസ് ഒന്നുമില്ല, പക്ഷെ ചില ഫിയർ പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഇത് ഓർത്തിട്ട് രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റീഡിങ്ങോടെ വൈൻഡപ്പ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റീഡിങ്ങിൽ കാണാം. അതുവരെ ബൈ.